ഇന്നലെ നമ്മുടെ കഴക്കൂട്ടം എം.എൽ.എ. ആയ വി. മുരളീധരൻ കുട്ടികളുടെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് അവരെ കാണാനും അവർക്ക് മുട്ടായി കൊടുക്കാനൊക്കെ പോയിരുന്നു. അപ്പോൾ നമ്മുടെ മുരളീധരനാണെങ്കിൽ ഒരുപാട് സ്കൂളുകളിൽ പോവേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ പുള്ളിയുടെ അർജൻസി കൊണ്ടായിരിക്കും പുള്ളിക്കാരൻ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അതിൽ മുട്ടായിയുടെ പാക്കറ്റ് പൊട്ടിച്ച സമയത്ത് അത് നേരെ വണ്ണം പൊട്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ അതിൻ്റെ ബെഞ്ചിൽ തട്ടി കൊടുക്കുന്നതാണ് നമ്മളെല്ലാവരും കണ്ടത്. പ്രത്യക്ഷത്തിൽ അത് കാണുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നും, എന്തിനാണ് അയാൾ അങ്ങനെ കൊടുത്തതെന്ന്. ചിലപ്പോൾ അയാൾ അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല അങ്ങനെ കൊടുത്തത്. ആ കവർ നേരെ ചൊവ്വേ പൊട്ടി വരാത്തത് കൊണ്ടായിരിക്കും അങ്ങനെ ബെഞ്ച് തട്ടിയത്. എന്നാലും ആ ചെയ്തത് മോശം തന്നെയാണ്. പക്ഷേ അയാൾ ആ കവർ പൊട്ടിക്കുന്ന സമയത്ത് ആ കവറിൽ നിന്ന് അയാൾ ആ മുട്ടായി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ കുട്ടി കൈ നീട്ടുന്നതുകൊണ്ട് അയാൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറ്റാതെ വന്ന സമയത്താണ് അയാൾ ആ ബെഞ്ചിൽ കുടഞ്ഞ് കുടഞ്ഞ് മുട്ടായി ഇടുന്നത്. നമ്മൾ ആ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ മോശമായിപ്പോയി. എന്തു പറഞ്ഞാലും അതൊരു മോശം പ്രവൃത്തി തന്നെയാണ്. പക്ഷേ ഈ ഒരു സംഭവം പുറത്തു വന്നതിന് ശേഷം ഒരുപാട് സഖാക്കൾ ഇതിനെ ഒരു ജാതിയായിട്ടും അല്ലെങ്കിൽ നിറത്തിൻ്റെ പേരിലൊക്കെ ഈ ഒരു വിഷയത്തിനെ മാറ്റിയെടുക്കാൻ നോക്കി. ഇപ്പം നമ്മൾ ഈ വേടൻ പാട്ട് പാടുന്നൊരു അവസരമൊക്കെ ഉണ്ടല്ലോ. അപ്പം വേടനെ പോലുള്ള വ്യക്തികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന കുറ്റങ്ങളെ മറച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ അവർക്ക് തടി തപ്പാൻ വേണ്ടിയിട്ടുടനെ ജാതിക്കാരുടെ അടുത്തിടും. ആ ഒരു പരിപാടി കൃത്യമായിട്ടും വ്യക്തതയോടുകൂടി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സഖാക്കളുടെ പാർട്ടിയാണ്. സത്യം പറഞ്ഞാൽ ഈ ജാതി വിവേചനം കൂടുതലും എടുത്തിട്ട് ഉപയോഗിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ തന്നെയാണ്. ബി.ജെ.പി ആണ് നമ്മളെല്ലാവരും കുറ്റം പറയുന്നെങ്കിലും അതിലൊന്നും യാതൊരു കാര്യവുമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ വി. മുരളീധരൻ കഴക്കൂട്ടത്ത് ഒരു കാരണവശാലും ജയിക്കത്തില്ല. കാരണം കഴക്കൂട്ടം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നല്ലൊരു പങ്ക് ഭൂരിപക്ഷവും മുസ്ലിംസാണ്. എല്ലാവരും പറയുന്നത് ബി.ജെ.പിക്കാർ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാർക്കും ബി.ജെ.പി ഇഷ്ടമില്ല എന്നല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മുടെ വി. മുരളീധരൻ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നത്? അപ്പോൾ മുസ്ലിങ്ങൾ വോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം നമുക്കൊരിക്കലും ജാതിയെ മൊത്തത്തിൽ പറയാനൊന്നും പറ്റത്തില്ല. രണ്ടാമത്, ഈ വി. മുരളീധരൻ ഇന്നലെ തന്നെ ഒരുപാട് സ്കൂളുകളിൽ പോകുന്നത് കണ്ടു. ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് കണ്ടു. അവിടെയൊന്നും ഇങ്ങനൊരു പരിപാടിയില്ല. അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ട് കുട്ടികളെ കയ്യിൽ പിടിക്കുന്നു, ട്രോഫി കൊടുക്കുന്നു, മുട്ടായി കൊടുക്കുന്നു. ഈ ഒരു അവസരത്തിൽ മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത്. എന്തായാലും പുള്ളിക്കാരൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. പക്ഷേ പുള്ളിക്കാരൻ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതൊന്നുമല്ല. എന്ന് വെച്ചാൽ മനഃപൂർവ്വം നീ ഇങ്ങനത്തെ ജാതിയല്ലേ, അതുകൊണ്ട് നിനക്ക് ഞാൻ കയ്യിൽ തരുന്നില്ല, ബെഞ്ചിൽ തട്ടിത്തരാം, അങ്ങനെ ചെയ്തതൊന്നുമല്ല. എന്ന് വെച്ചാൽ കണ്ടുകഴിഞ്ഞാൽ അറിയാം മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷേ അതൊരു ശരിയായിട്ടുള്ള സംഭവമല്ല. പക്ഷെ നമ്മുടെ സഖാക്കൾ അതിനെ അങ്ങ് വളച്ചൊടിച്ച് വേറൊരു മേഖലയിലോട്ട് കൊണ്ടുപോയി അതിലുടനെ ജാതിക്കാരുടെ കുത്തിക്കയറ്റി അതൊരു വലിയ വിഷയമാക്കാൻ നോക്കി. പക്ഷേ എന്തുകൊണ്ടോ അത് അവരുടെ കയ്യിൽ നിന്നും പണി പാളിയ പോലെ അങ്ങ് ഒരുമാതിരി ആയിപ്പോയി. മീഡിയാസും ഒരുപാട് അതിനെ കുത്തിപ്പൊക്കാൻ നോക്കി. പക്ഷേ ജനങ്ങൾ അത്രത്തോളം മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു വിഷയം അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. പക്ഷേ ഇന്നതേ നമ്മുടെ ശിവൻകുട്ടിയും കടകംപള്ളിയും ആ ഒരു വിഷയം വീണ്ടും ഒന്നും കൂടെ പൊടി തട്ടിയെടുക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് മുട്ടായിയുമായി അതേ സ്കൂളിലേക്ക് തന്നെ പോയി. പക്ഷേ അവിടെ ഒരു രസകരമായ സംഭവം നടന്നു. പ്രിൻസിപ്പാൾ ഉടനെ തന്നെ ഈ 2 ടീംസിനോടും കടക്ക് പുറത്ത് പറഞ്ഞ് വീട്ടിൽ പോയി വീട്ടിലെ പിള്ളേർക്ക് മുട്ടായി കൊടുത്താൽ മതി. തൽക്കാലം സ്കൂൾ സമയത്ത് ഇവിടുത്തെ പിള്ളേരെ ഒന്നും കണ്ട് മുട്ടായി കൊടുക്കാൻ നിൽക്കേണ്ടെന്ന് പറഞ്ഞു. എന്തായാലും സഖാക്കൾക്കിട്ടൊരു ഉഗ്രം പണി തന്നെയായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ശിവൻകുട്ടി അപ്പൂപ്പൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വന്നനെ ഒരുപാട് പിള്ളേരെ ഇങ്ങനെ ചേർത്ത് കെട്ടിപ്പിടിച്ച് വെച്ച് അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ മുട്ടായി കവർ പൊട്ടിച്ച് വായിൽ വെച്ച് കൊടുക്കുന്ന സീന്. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ ഈ തോറ്റ എം.എൽ.എമാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? എന്തായാലും നമ്മുടെ ശിവൻകുട്ടിയുടെയൊക്കെ തോൽവി, അതും ഈ ബി.ജെ.പിയുടെ മുന്നിൽ പറഞ്ഞിട്ടേ കാര്യമില്ല. ബി.ജെ.പിയെ ലോക്കർ പൂട്ടി വീട്ടിയിരുത്തുമെന്ന് പെട്ടിക്കകത്താക്കുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചതാണ് നമ്മുടെ ശിവൻകുട്ടി. പക്ഷേ ശിവൻകുട്ടിയുടെയൊക്കെ തോൽവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശമായിപ്പോയി. അതുപോലെ തന്നെയാണ് നമ്മുടെ കൂടെ പോയ കടകംപള്ളിയും. നമ്മുടെ കടകംപള്ളിയും ഇതേ പ്ലാനുമായിട്ടാണ് പോയത്. ഇന്ന് പിള്ളേരെ കൂടെയൊക്കെ ഇരുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് സോഷ്യൽ മീഡിയ കത്തിക്കാം, എൻ്റെ നാട്ടിലെ PR ടീം സീനെ എടുത്തിട്ട് അങ്ങ് വലിയ രീതിയിൽ ആഘോഷമാക്കും. പക്ഷേ പരിപാടി നടന്നില്ല. പ്രിൻസിപ്പാൾ അവരുടെ പണിയെല്ലാം പാളി. എന്തായാലും ഒരു കാര്യം പറയാം, ഈ സഖാക്കളാണ് നമ്മുടെ നാട്ടിൽ ഈ ജാതി കാർഡ് ഒരുപാട് ഉപയോഗിക്കുന്നത്. എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും ജാതി കാർഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ വേടനെ പോലുള്ള ആൾക്കാർ എപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ നടന്ന് അല്ലെങ്കിൽ അവർ പറയുന്നത് കേട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ UDFകാർ ജയിച്ച സമയത്ത് കൃത്യമായിട്ടും UDFിൻ്റെ ഓഫീസിൽ വേടൻ പോയിരുന്നു. പക്ഷെ അവിടെയുള്ള ആരും നമ്മുടെ വേടനെ മൈൻഡ് പോലും ചെയ്തില്ല. ഇത്രയും നാളും കമ്മ്യൂണിസ്റ്റുകാരുടെ വാലിൽ തൂങ്ങി നടന്ന നമ്മുടെ വേടനൊക്കെ പെട്ടെന്ന് ഇലക്ഷൻ ജയിച്ചതോടുകൂടി UDFിൻ്റെ കൂട്ടത്തിൽ കൂടാൻ വേണ്ടി പോയി. പക്ഷേ UDFകാർ അടുപ്പിച്ച പോലുമില്ല. കാരണം നമ്മുടെ നാട്ടിൽ UDF ആയിക്കോട്ടെ BJP ആയിക്കോട്ടെ അവരൊന്നും വലിയ രീതിയിൽ ജാതി എടുക്കുന്നില്ല. നമ്മുടെ സഖാക്കളാണ് പറയുന്നത് അവർ വലിയ രീതിയിൽ ജാതി നോക്കുന്നെന്ന്. പക്ഷേ BJPയുടെ കാര്യമാണെങ്കിൽ BJP മറ്റ് സംസ്ഥാനങ്ങളിൽ ജാതി കാർഡ് ഇറക്കാറുണ്ടെങ്കിലും
കേരളത്തിൽ അവരങ്ങനെയല്ല. അവർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ എല്ലാ ഏരിയ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവർക്കും അതിപ്പോൾ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും എല്ലാവർക്കും അവർ ഒരുപോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇത് കേരളത്തിലെ കാര്യം മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങളെല്ലാം കൃത്യമായും ജാതി കാർഡ് ഇറക്കി പല BJPക്കാരും കളിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. നമ്മുടെ മേയറായ വി രാജേഷ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു ക്രിസ്ത്യൻ കോളനിയിലേക്ക് പോവുകയും അവിടെയുള്ള ഒരുപാട് പേരെ സഹായിക്കുന്നതുമായൊരു വീഡിയോ കണ്ട്. അപ്പം നിങ്ങൾ ഈ BJPക്കാർ ജാതി കാർഡ് ഇറക്കി കളിക്കുന്നവരാണെങ്കിൽ നമ്മുടെ വിക്ക് അങ്ങനെയൊന്നും പോവേണ്ട യാതൊരു ആവശ്യവുമില്ല. അല്ലെങ്കിൽ മറ്റു ജാതിക്കാർ അല്ലെങ്കിൽ മറ്റു മതത്തിലുള്ളവർ താമസിക്കുന്ന ഏരിയയിലോട്ടൊന്നും പുള്ളിക്ക് പോവേണ്ട ആവശ്യവുമില്ല. അവിടെ ഒരു കാര്യവും ചെയ്തു കൊടുക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു മിത്ത് മാത്രമാണ്. BJPക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം സേവനം ചെയ്യുന്നൊരു ഗ്രൂപ്പാണ്. അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആട്ടി ഓട്ടിക്കും, ഇന്ത്യയിൽ നിന്ന് തന്നെ പുറത്താക്കും. അപ്പോൾ ഇത് കേരളത്തിൽ എന്ത് കഴിഞ്ഞാലും BJPക്കാർ അത്രക്കാരൊന്നുമല്ല, വളരെ നല്ലവർ തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സംശയം നമ്മുടെ നാട്ടിലെ സഖാക്കളാണ്. കാരണം അവരാണ് എപ്പോഴും ഈ ജാതി കാർഡ് ഇറക്കി കളിക്കുന്നത്. അവർ മാത്രമാണ് ഈ ജാതിയെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഇപ്പം SC ST വിഭാഗം ഇരിക്കുന്നു. അവർ പറയുന്നു എല്ലാവരും അവരെ കളിയാക്കുന്നു, അല്ലെങ്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാ ഗവൺമെൻറ് തസ്തികകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഈ താഴ്ന്ന ജാതിക്കാർക്കൊരു പ്രത്യേക സംവരണമുണ്ട്. ഓരോ ജാതിക്കും ഓരോ പ്രത്യേക ഡിവിഷൻ വെക്കുന്നത് നമ്മുടെ ഗവൺമെൻറ് ജോലി വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലായിക്കോട്ടെ ഒരു അഡ്മിഷൻ സമയം വരുമ്പോൾ ഈ അവസരങ്ങളിലെല്ലാം താഴ്ന്ന ജാതിക്കാർ ആ ജാതി പേര് എടുത്തു പറഞ്ഞ് അവരുടെ അവസരം നല്ല രീതിയിൽ വിനിയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഒരു ഗവൺമെൻറ് ജോലി വരുന്ന സമയത്ത് ഞാൻ ST ആണ് അല്ലെങ്കിൽ ഞാൻ SC ആണെന്ന് അവർ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. കാരണം അവർക്ക് ആ ജോലി വേണം. ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ കൃത്യമായും ജാതി പറയുന്നുണ്ട്. അപ്പം ആദ്യം ചെയ്യേണ്ടത്, ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ജാതി മൊത്തത്തിൽ തുടച്ചു മാറ്റണം, അല്ലെങ്കിൽ ആരും ഈ ജാതിയെപ്പറ്റി ഓർക്കാതിരിക്കണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് ഈ സംവരണം തന്നെയാണ്. സംവരണം മാറ്റി എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നൊരു ലേബൽ കൊണ്ടുവന്നാൽ നമ്മുടെ നാട്ടിൽ ആരും ഈ ജാതിയുടെ പേരൊന്നും പറയാനേ പോകുന്നില്ല. ഇതൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്തും, അല്ലെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന സമയത്തും, അല്ലെങ്കിൽ ഒരു കല്യാണ ആലോചന നടന്ന സമയത്തും ഒക്കെയാണ് ഈ ജാതിയുടെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു പൊങ്ങി വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ജാതി മൊത്തത്തിൽ മാറണമെങ്കിൽ ആദ്യം ഈ സംവരണം തന്നെ മൊത്തത്തിൽ വെട്ടിക്കുറയ്ക്കണം. നായേഴ്സ് ആണെങ്കിൽ സംവരണമില്ല, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിക്ക് സംവരണമില്ല, SC STക്ക് ഇത്രയാണ്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് MBBS ഒക്കെ ടെസ്റ്റ് എഴുതി നല്ല രീതിയിൽ പരീക്ഷ പാസ്സായി നീറ്റൊക്കെ കിട്ടി വരുന്നുണ്ട്. പക്ഷേ അവിടെയും നോക്കിക്കഴിഞ്ഞാൽ SC STക്കാർക്കൊരു പ്രത്യേക സംവരണമാണ്. അവരുടെ കുട്ടികൾക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാൽ സംവരണം വെച്ചവർ കയറി പോകുന്നുണ്ട്. PSC ജോലി ആയാലും തന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞാൽ സംവരണം വെച്ചവർ കയറി പോകുന്നുണ്ട്. അപ്പോൾ മറ്റ് ജാതിക്കാരെല്ലാം വന്ന് പറയണ്ടേ, SC STക്കാർക്ക് എന്തിനാണ് ഇത്രയും വലിയ സംവരണം കൊടുക്കുന്നത്, അവർക്ക് മാത്രം എന്തിനാണ് ഇത്ര ഇളവുകൾ കൊടുക്കുന്നത്? അപ്പോൾ കൃത്യമായിട്ടും ജാതി ഉപയോഗിക്കേണ്ടിടത്ത് എല്ലാവരും ജാതി ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ താഴ്ന്ന ജാതിക്കാർ. ഒരു ഗവൺമെൻറ് ടെസ്റ്റൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ട് ചാടി കയറിയാൽ പറയുന്നത് ഞാൻ SC ST ആണ്, അല്ലെങ്കിൽ എനിക്ക് സംവരണം വേണമെന്ന്. അപ്പോൾ ഇങ്ങനത്തെ അവസരങ്ങളിലൊക്കെ നിങ്ങൾ വായും പൂട്ടിയിരിക്കണം. കാരണം നിങ്ങൾക്ക് ഈ ജാതി പറയുന്നത് ഒട്ടുമേ ഇഷ്ടമല്ലെങ്കിൽ വായടച്ചിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം പറയണം, നമുക്ക് ആർക്കും ജാതി വെച്ചുള്ള സംവരണം വേണ്ട, നമ്മളെല്ലാവരും തുല്യരാണ്. അതുകൊണ്ട് ഈ ജാതിയോടുള്ള ഒരു ഇത് വേണ്ട, ജാതി സംവരണവും വേണ്ട. പരീക്ഷ എഴുതുന്ന കുട്ടികളായിക്കോട്ടെ, അല്ലെങ്കിൽ PSC അറ്റൻഡ് ചെയ്യുന്നവരായിക്കോട്ടെ, എല്ലാവർക്കും മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ജോലി കൊടുത്താൽ മതി. ജാതിയോടുള്ള സംവരണം എല്ലാം അങ്ങ് മാറ്റിവെക്കുക. ഇത് നിങ്ങളാരും പറയുന്നില്ല. നിങ്ങൾക്ക് ഇതുപോലത്തെ അവസരങ്ങളിൽ കൃത്യമായിട്ടും ജാതി കാർഡ് ഉയർത്തിയേ ജോലി കിട്ടൂ, അല്ലെങ്കിൽ ജാതി കാർഡ് കൊണ്ട് നല്ല രീതിയിൽ ലാഭം കൊയ്യണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഈ ജാതി കൊണ്ടുള്ള കളിയൊന്നും മാറാൻ പോകുന്നില്ല. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ജാതി കാർഡ് ഉപയോഗിക്കാം. പക്ഷേ മറ്റുള്ളവർ എന്തെങ്കിലും കാര്യം പറയുന്ന സമയത്ത് അതിനെ ഡൈവേർട്ട് ചെയ്ത് ജാതി കാർഡാക്കി അതിനെ വോട്ടാക്കി മാറ്റുന്ന കുറേ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലത്തെ വിവേചനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കുന്നത്. ഇപ്പം തന്നെ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിൽ ജാതിയെപ്പറ്റി അറിയാത്ത കുറേ കുട്ടികളുണ്ടായിരിക്കും. അവർ തന്നെ ഈ ഒരു ന്യൂസ് വരുമ്പോൾ ശ്രദ്ധിക്കൂ, ഓ ഇങ്ങനെ ഒരു ജാതി ഉണ്ടായിരുന്നല്ലേ നമ്മുടെ നാട്ടിൽ. അപ്പം നമ്മളാണ് ഈ ന്യൂസ് വഴിയും അല്ലാതെയുമൊക്കെ ഇതുപോലത്തെ ഓരോ വിഷയങ്ങളുണ്ടാക്കി പുതുതലമുറയെ കൂടി ഈ ജാതി എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നത്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇതേപോലത്തെ ഈ ജാതി സംവരണവും മറ്റ് സംഭവങ്ങളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ ഇനി ഒരു തലമുറ വരുമ്പോൾ അവർക്ക് ഈ സംഭവമേ അറിയത്തില്ല. ഇത് ഒരു കാര്യവും അറിയാത്തൊരു കുട്ടി ഇപ്പോൾ ഒരു നീറ്റ് പരീക്ഷ എഴുതാൻ പോയി, നല്ല മാർക്കുണ്ട്, കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് നല്ല ഉറപ്പാണ്. അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്താണ് തന്നെക്കാലം മാർക്ക് കുറഞ്ഞ് SC ST വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അഡ്മിഷൻ വാങ്ങിക്കൊണ്ട് പോകുന്ന കാണുന്നത്. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും മനസ്സിലാക്കും, ഓ എനിക്ക് കിട്ടേണ്ട ഒരു സീറ്റാണ്, അവൻ താഴ്ന്ന ജാതി ആയതുകൊണ്ട് അവൻ ആ സംവരണവും വാങ്ങിപ്പോയി.
അവിടെയാണ് ഓരോരോ വ്യത്യാസങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ അവിടെയാണ് ചിലപ്പോൾ ഈ ഉയർന്ന ജാതിയിലുള്ളവർക്ക് താഴ്ന്ന ജാതിക്കാരോട് ഇത്ര അസൂയയും കുശുമ്പും എന്തെങ്കിലുമൊക്കെ ഒരു വിവേചനമൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ആദ്യം മാറ്റേണ്ടത് നമ്മുടെ നാട്ടിൽ സംവരണം തന്നെയാണ്. സംവരണം പോലുള്ള സംഭവങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ പുതിയ തലമുറ ഈ ജാതി എന്ന് പറഞ്ഞ സംഭവത്തിനെ പറ്റിയേ ചിന്തിക്കാൻ പോകുന്നില്ല. ഇത് നമ്മളെവിടെയെങ്കിലും അഡ്മിഷന് പോകുന്ന സമയത്ത് ജാതിയെപ്പറ്റി ചോദിക്കുന്നു. എല്ലാം പ്രത്യേകം പ്രത്യേകം കോളങ്ങളാണ്. നിങ്ങൾ ഏത് ജാതിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സംവരണമാണ്, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി പഠിക്കുന്നവന് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ കഴിവുള്ളവന് ജോലി കൊടുക്കുക എന്നൊരു സ്കീം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. നമ്മുടെ നാട്ടിൽ പിന്നെ ആരും ഈ ജാതിയെപ്പറ്റി ചിന്തിക്കാൻ പോലും നിൽക്കത്തില്ല. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്ക്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് എവിടെയൊക്കെ ജാതി വന്നിട്ടുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ ഇടപെട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇല്ലാത്ത പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അവിടെ ഒരു ജാതി കാർഡ് ഇറക്കുന്നത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ്. ഇതിൽ BJPക്കാരോ UDFക്കാരോ അവരിതുപോലത്തെ വൃത്തികെട്ട പരിപാടിയിൽ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് UDFക്കാർ, അവരാരും ഈ ജാതി കാർഡ് ഇറക്കി ഒരു കളിക്ക് നിൽക്കാറില്ല. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളാണ് 24 മണിക്കൂറും ഈ ജാതി കാർഡും പിടിച്ചുകൊണ്ട് വരുന്നത്. എന്ത് ഊളത്തരം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ ജാതി പറയും, അല്ലെങ്കിൽ നിറം പറയും. പ്രത്യേകിച്ച് വേടനെ പോലുള്ള കുറേ കൾച്ചർലെസ് ആൾക്കാർ. വേടനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1, 2, 3, 4 പീഡന കേസ് വന്നിട്ട് ഉടനെ വന്നിരുന്ന് പറയും എൻ്റെ ജാതി, എൻ്റെ കളറ് ഇങ്ങനെ. അല്ലാതെ സ്വന്തമായിട്ട് കാണിക്കുന്ന വൃത്തികേടും അല്ലെങ്കിൽ പോക്കർത്തരങ്ങളും കൊണ്ടല്ല. ഇപ്പോഴത്തെ പുള്ളിക്കാരൻ്റെ കഴുത്തിൽ കിടന്നൊരു പുലുനക മാലയുടെ കേസ് പൊങ്ങി വന്ന സമയത്ത് ഉടനെ പോയി പുതിയ സർക്കാരിൻ്റെ മാലയിട്ട് സ്വീകരിക്കാൻ പോയി. ഇപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ആലോചിക്കണം, ഇലക്ഷന് പോലും നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ കൂടെ നിന്ന് നമ്മുടെ വേടൻ ഇലക്ഷൻ ജയിച്ച് UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നേരെ പോയി നമ്മുടെ UDFൻ്റെ ഓഫീസിലേക്കാണ്. അപ്പം നിങ്ങൾ ആലോചിക്കണം, ഇവൻ്റെയൊക്കെ രാഷ്ട്രീയ ബോധം എന്താണ്, അല്ലെങ്കിൽ ഇവനൊക്കെ പ്രചരിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് പുതുതലമുറയിലേക്കെന്ന്. അവർക്കെല്ലാം സ്വന്തം കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടക്കണം. അപ്പോൾ അതിന് ഏത് പാർട്ടിയാണോ ഭരണത്തിൽ ഇരിക്കുന്നത് അവരെ കൂടെ അങ്ങ് കൂടണം. പിന്നെ അവരുടെ പേരിലൊക്കെ എന്തെങ്കിലും ഒരു പീഡന കേസോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പോക്കൃത്തരങ്ങളോ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഏതെങ്കിലും കുറേ യൂട്യൂബ് ചാനൽസിൽ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറയും, അയ്യോ എൻ്റെ നിറം ഇങ്ങനെ ആയതുകൊണ്ടാണ്, എൻ്റെ ജാതി ഇങ്ങനെ ആയതുകൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, ഇതുപോലത്തെ ടീംസ് എന്ത് ഊളത്തരം കാണിച്ചാലും ഉടനെ വന്ന് ജാതിക്കാരുമായിരിക്കും പറയുന്നത്. നമ്മുടെ സിനിമാ നടൻ വിനായകൻ, നമ്മുടെ ആട് സിനിമയിൽ പുള്ളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടനാണ്. പക്ഷേ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കൂതറ. അപ്പോൾ ഇവർ കാണിക്കുന്ന മോശം കാര്യങ്ങളൊക്കെ പുറത്തോട്ട് അറിയുക, അല്ലെങ്കിൽ പബ്ലിക്കിൽ അറിയുക, മീഡിയയിൽ വരിക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കുറേ യൂട്യൂബ് ചാനൽസിന് ഇൻ്റർവ്യൂ കൊടുത്തിട്ട് പറയും എൻ്റെ നിറം ഇങ്ങനെ ആയതുകൊണ്ടാണ്, എനിക്ക് സിനിമയിൽ ഒരുപാട് പേരെന്നെ മാറ്റി നിർത്തുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മുടെ വിനായകൻ്റെ എത്ര റോളുകൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളും കൈയടിച്ചിട്ടുണ്ട്. ആട് സിനിമയിലെ ഡ്യൂഡിനെയൊക്കെ ഇഷ്ടമില്ലാതെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പുള്ളിയെ ഇഷ്ടമാണ്, പുള്ളി ചെയ്യുന്ന അഭിനയം ഇഷ്ടമാണ്, പുള്ളിയുടെ സിനിമ ഇഷ്ടമാണ്. പിന്നെ ഇവരെവിടെയാണ് ഈ പറയുന്നത് നാട്ടുകാർ അവരെയൊക്കെ ഈ 2 തരക്കാരായിട്ടാണ് കാണുന്നതെന്ന്? അപ്പോൾ അവർ ചെയ്യുന്ന പോക്കൃത്തരങ്ങൾ പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് അവർ ഈ ജാതി കാർഡ് എടുത്ത് ഉയർത്തുന്നത്. ഇനി വരുന്ന തലമുറയെങ്കിലും ഈ ജാതിയെപ്പറ്റി അവർക്കൊരു കാര്യവും അറിയാതെ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ഒരേപോലെയാണ് ജീവിക്കുന്നതെന്നൊക്കെ അവർക്ക് തോന്നണമെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ആദ്യം മാറ്റേണ്ടത് ഈ സംവരണം തന്നെയാണ്. ഇതൊരു കൊച്ചുകുട്ടി, അവൻ അത്യാവശ്യം 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും അത് കഴിഞ്ഞൊരു 10ാം ക്ലാസ്സൊക്കെ ആവുന്ന സമയത്ത് അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഏത് ജാതിയാണ്, ഏത് സംവരണമാണ്. ആ ടൈം തൊട്ടാണ് നമ്മുടെ നാട്ടിലെ കൊച്ചുകുട്ടികൾ ഈ ജാതിയെപ്പറ്റിയും അല്ലെങ്കിൽ ഈ ഡിഫറൻസിനെ പറ്റിയൊക്കെ അറിയുന്നത്. കാരണം 10ാം ക്ലാസ് തൊട്ടാണ് ഈ ജാതി കാർഡിൻ്റെയൊക്കെ ആവശ്യം. 10ാം ക്ലാസ്, പിന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി +2, +1, പിന്നെ അത് കഴിഞ്ഞ് കോളേജിൽ പോകുന്ന സമയത്ത്. കാരണം കോളേജിലൊക്കെ പോകുന്ന സമയത്ത് SC/ST വിഭാഗക്കാർക്ക് സംവരണമുണ്ട്. അപ്പോൾ ആലോചിച്ച് നോക്കും, 100ൽ 100 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ഒരു കുട്ടിക്ക് ചിലപ്പോൾ അഡ്മിഷൻ കിട്ടില്ല. അതേ സമയത്ത് 100ൽ 60 മാർക്ക് വാങ്ങുന്നവന് SC/ST വിഭാഗത്തിൻ്റെ സംവരണം കാരണം അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇതേ ഒരു SC/ST കാരൻ വന്ന് വെറുതെ അഡ്മിഷൻ വാങ്ങി പോകുന്നു. അപ്പോൾ ഇതുപോലുള്ള അവസരങ്ങളിലാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഈ ജാതിയെപ്പറ്റിയും അല്ലെങ്കിൽ ഈ ഒരു വൃത്തികെട്ട സമൂഹത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് ആദ്യം നമ്മുടെ നാട്ടിൽ നിന്ന് മാറ്റേണ്ടത് തന്നെ ഈ ജാതി കാർഡാണ്. അതിന് ശേഷം മാത്രമായിരിക്കണം നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയക്കാർ വന്നിരുന്ന് ഇതുപോലത്തെ വൃത്തികെട്ട രീതിയിൽ ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാനായിട്ട്. ഇപ്പം നമ്മുടെ മുരളീധരൻ തന്നെ ആ മുട്ടായി കൊടുക്കുന്ന സീൻ, അതൊരു നോർമലായിട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മുട്ടായി കൊടുത്തില്ല, അത് വളരെ മോശമായിപ്പോയി, ആ ഒരു രീതിയിൽ അങ്ങ് കളയേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഉടനെ അതിൻ്റെ ഇടയ്ക്ക് ജാതി കാർഡ് തിരികെ കയറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജാതി കാർഡ് പൊക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ജനങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു വില എടുക്കാൻ പറ്റൂ. കാരണം കമ്മ്യൂണിസ്റ്റിൻ്റെ സകലമായ വിലയും ഇടിഞ്ഞിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ പിണറായിയുടെ മകളുടെ സീനൊക്കെ വന്നതോടുകൂടി
കമ്മ്യൂണിസ്റ്റുകാർക്ക് നാട്ടിൽ പട്ടി വിലയാണ്. പിന്നെ അവർ കുറേ PR വർക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തി കുറേ PR ടീംസ് അവർ ഓരോ ദിവസം ഇങ്ങനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലാതെ സാധാരണക്കാരുടെ ഇടയിൽ അവർക്ക് വെറും പട്ടി വിലയാണ്. കാരണം ഞാൻ തന്നെ ഇതിനെപ്പറ്റി ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിലൊന്നും ഒരൊറ്റ നല്ല കമൻസ് പോലും വന്നിട്ടില്ല നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ട്. എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പറ്റി മോശം അഭിപ്രായമേ പറയാനുള്ളൂ. അപ്പം എന്നിട്ടും ഇതുപോലെ കുറേ വൃത്തികെട്ട കഥകൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ കുറേ വൃത്തികെട്ട കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവന്ന് അതിനെ വലിയ ന്യൂസാക്കി അതിൽ നിന്നും അവർക്കെല്ലാം ഒരു വിലയെടുക്കാം അല്ലെങ്കിൽ ഒരു പേരെടുക്കാം എന്ന രീതിയാണ് നമ്മുടെ നാട്ടിലെ കുറേ സഖാക്കൾക്ക്. അതിൽ ഇന്നാണ് അവർക്കൊരു പണി പാളിയത്. കാരണം ശിവൻകുട്ടിയും നമ്മുടെ കടകംപള്ളിയെ രാവിലെ കുളിപ്പിച്ചൊരുക്കി ഒരു പാക്കറ്റ് മുട്ടായി വാങ്ങി ഇതേ സ്കൂളിലേക്ക് വിട്ടു. അവിടെ ചെന്നപ്പോഴത്തേ കഥയെല്ലാം മാറി. പ്രിൻസിപ്പാൾ പറയുകയാ, ഇവിടെ മുട്ടായി ഒന്നും കൊടുക്കാൻ പറ്റില്ല, നീയൊക്കെ നിന്നെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ. ഇന്ന് മുട്ടായി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് ഒരു ആഘോഷമായനെ. നമ്മുടെ മുരളീധരൻ ബെഞ്ചിൽ തട്ടി മുട്ടായി കൊടുത്തു. നമ്മുടെ ശിവൻകുട്ടിയും കടകംപള്ളി അപ്പൂപ്പനും എല്ലാവരും കൂടെ കുട്ടികളെ മടിയിലിരുത്തി മുട്ടായി ഇങ്ങനെ പൊട്ടിച്ച് വായി വെച്ച് കൊടുത്തു. അതാണ് നമ്മുടെ നാട്ടിലെ സഖാക്കളുടെ സ്നേഹം എന്നെല്ലാം കാണിച്ച് ഒരു ഗംഭീരമായ സോഷ്യൽ മീഡിയ പോസ്റ്റും ഒരു 2 വരി പ്രസംഗമൊക്കെ ഇടായിരുന്നു. പക്ഷേ പണി പാളി. പ്രിൻസിപ്പാൾ നമ്മുടെ കുട്ടിയെയും കടകംപള്ളി ഒന്നും സ്കൂളിനകത്ത് പോലും കയറ്റിയില്ല. എന്തായാലും അത് നന്നായി. ഇല്ലെങ്കിൽ ഇന്ന് അവരുടെ എല്ലാവരുടെയും പട്ടി ഷോ ആയിരുന്നേ സോഷ്യൽ മീഡിയ മൊത്തവും. ഇനിയെങ്കിലും ഇതുപോലത്തെ സംഭവങ്ങൾ വരുന്ന സമയത്ത് ജാതിക്കാരുടെ ഇടയ്ക്ക് കളിക്കാൻ നിൽക്കാതെ അതിനെ വളരെ നല്ല രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പോയ വില ഇനി ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് ഇപ്പോൾ പട്ടി വിലയാണ്. പട്ടികൾക്ക് ഇതിനേക്കാളും വിലയുണ്ട്. അത്രയും മോശം വിലയാണ് നമ്മുടെ നാട്ടിലെ സഖാക്കൾക്ക് നിലവിലുള്ളത്. അതിൽ ഏറ്റവും വലിയ കാരണം നമ്മുടെ വിജയൻ സഖാവ് തന്നെയാണ്.